ഹലോ പ്രിയരെ, നമസ്കാരം. ഇത് കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം 19കാരിയായ ഒരു പെൺകുട്ടി പ്രസവിച്ചിട്ട് ജനലിൻ്റെ ഇടയിലൂടെ, പ്രസവിച്ചതോടെയാണോ ശുചിമുറിയിൽ, എന്നിട്ട് ജനലിൻ്റെ ഇടയിലൂടെ ഇട്ടപ്പോഴേക്കും ആ കുഞ്ഞിന് എന്താണേലും ജീവൻ പോയില്ല. അതിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അവിടെയുള്ളവരുടെ പരിചരണത്തിൽ കഴിയുകയാണ്. നോക്കിക്കേ, എന്താ അല്ലേ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലെ പെൺകുട്ടികൾ വകതിരിവില്ലാത്ത രീതിയിൽ തലതെറിച്ച സ്വഭാവമായിട്ട് പോകുന്നു. ഈ കുഞ്ഞെന്ത് പിഴച്ചു? അതിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം, പരിചരണം എല്ലാം കിട്ടാനായിട്ട് അർഹതയുള്ള കുട്ടിയല്ലേ. പക്ഷേ ഇന്നത്തെ ഈ യുവത്വത്തിൻ്റെ എന്താ പറയുക, ആറാട്ടെന്ന് പറയാം, യുവത്വത്തിൻ്റെ ആറാട്ട്. അതിലൂടെ ഈ കുട്ടിക്ക് ജന്മം നൽകിയ ഒരു 19കാരിയായ അമ്മ. അപ്പോൾ ഈ അമ്മയെപ്പോലുള്ള പെൺകുട്ടികളോടാ ചോദിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് ഈ കുട്ടി ഉത്തരവാദിയാണോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ പോറ്റാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ വക കാര്യത്തിന് നിന്നു കൊടുക്കണം? അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. ഏതെങ്കിലും ഒരു അമ്മ 9 മാസം നൊന്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഏതെങ്കിലും ഒരമ്മ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമോ? വണ്ടാനം മെഡിക്കൽ കോളേജിൽ പരിചരണത്തിൽ കഴിയുന്ന ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരു കാര്യം അമ്മയ്ക്ക് ചെയ്യാമായിരുന്നു. ശുചിമുറിയിൽ പ്രസവിച്ചിട്ട് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ജനലിൻ്റെ ഇടനാഴിയിലൂടെ പുറത്തേക്ക് കളയാൻ ശ്രമിച്ച കുഞ്ഞാണ് ഇന്ന് നല്ല കുട്ടിയായിട്ട്, നല്ല നോക്കിക്കേ, ഓമനത്വമുള്ള മുഖത്തോടു കൂടിയ ഒരു പെൺകുട്ടിയാണ് ഈ വണ്ടാനത്ത് ആശുപത്രിയിൽ കഴിയുന്നത്. പെൺകുട്ടികളെ, നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും നേടുമ്പോൾ നിങ്ങളുടെ ഏത് പേക്കൂത്തിനും കൂടെ നിൽക്കാൻ കുറേ ആൺപിള്ളേരുണ്ടാകും. പക്ഷേ നിങ്ങളെയൊക്കെ നിങ്ങളാക്കി വീട്ടുകാർ നിങ്ങളെ ഓരോ വഴിയിലേക്ക് വിടുമ്പോൾ വീട്ടുകാർ പോലും അറിയാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിയും കാണിച്ച് 9 മാസവും ചുമന്ന് എന്തിനിങ്ങനത്തെ ഒരു പ്രസവത്തിന്, ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ആഘോഷമാക്കാനാണോ? എന്നിട്ടത് ആർഭാടമായിട്ട് ഒന്നുമല്ലാതെ നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ ഇത് കൊണ്ടുപോവുകയാണോ? എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിലെ യുവതി യുവാക്കളോടാണ്, 19ഉം 20ഉം വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങളൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നുവെങ്കിൽ അതിനെ പോറ്റാനും സ്നേഹവും പരിചരണവും ലാളനയും കൊടുത്ത് വളർത്താനും കഴിയുമെങ്കിൽ മാത്രം നിൽക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണിക്ക് പോകാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുവാനും നല്ല വഴിയിലൂടെ സമൂഹത്തിൽ അറിയപ്പെടാനും ശ്രമിക്കണം. അത് എന്തുകൊണ്ടെന്നാൽ ഒരു കുഞ്ഞിന്, അവൾക്ക് ആയാകട്ടെ അവനാവട്ടെ, തീർച്ചയായിട്ടും അതിൻ്റെ ജന്മാവകാശമാണ് വേണ്ടത്ര പരിചരണവും സ്നേഹവും എല്ലാം കിട്ടുക എന്നത്. നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തിൻ്റെ പരിണിത ഫലം ഒരു കുഞ്ഞനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും അവബോധത്തോടു കൂടി മാത്രം, ശരിക്കും നല്ല അവബോധമുണ്ടാവണം ഓരോ രംഗത്തേക്കും നമ്മൾ കടക്കുമ്പോഴേക്കും. ഒരു കുഞ്ഞിനെ കിട്ടാതെ ഒരു വിവാഹവും കഴിഞ്ഞ് 10ഉം 20 വർഷവും ഒക്കെ ജീവിച്ച് അങ്ങനെ ഒന്നിച്ച് ജീവിച്ചിട്ടും ദമ്പതിമാർക്ക് കുട്ടികളില്ലാതെ ഇരിക്കുന്ന എത്രയോ ദമ്പതിമാരുള്ള നാടാണ് നമ്മുടെ ഇവിടെ. അപ്പോഴാണ് 19ആം വയസ്സിൽ വേണ്ടാത്ത വേലയ്ക്ക് നിന്നു കൊടുത്തിട്ട് 9 മാസവും ചുമന്ന് പ്രസവം ശുചിമുറിയിലാക്കി കൊണ്ടേതേ പ്രസവിച്ചിട്ട് വന്ന് ജനാലയിലൂടെ പുറത്തേക്കിടാൻ പോകുന്ന അവസ്ഥ. ഇതൊക്കെ എന്താ അല്ലേ ഇന്നത്തെ ആധുനിക സാക്ഷര കേരളം. പെൺകുട്ടികളുടെ തോന്നിയവാസം. 18ഉം 19ഉം വയസ്സുള്ള ചില പെൺകുട്ടികൾ അഴിഞ്ഞാടി നടക്കുന്നത് കാണുമ്പോൾ തന്നെ തോന്നും പോക്ക് കേസാണെന്നും. ഇങ്ങനെയൊന്നും അല്ല സമൂഹത്തിലെ നിങ്ങൾ നേരെ ആവേണ്ടത്. നല്ല അച്ചടക്കത്തോടു കൂടി വളരാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ അതിനെ പോറ്റുവാൻ കൂടി ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എത്ര ഓമനത്വമുള്ള കുഞ്ഞാണെന്ന് നോക്കിക്ക്. ഈ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന് ഇവൾ ചിന്തിച്ചോ? അല്ലെങ്കിൽ എന്തിന് ഇത് ചുമന്നു? ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചുകൂടായിരുന്നോ? അതും ചെയ്യാതെ പ്രസവം കഴിഞ്ഞ് ജനാലക്കിടയിലൂടെ വലിച്ചെറിയാൻ തുനിഞ്ഞ ഈ കുഞ്ഞിനെ പ്രസവിച്ച ആ പെൺകുട്ടിയാ ഒരമ്മയാണോ? ഒരു എങ്ങനെ ഈ 9 മാസം കൊണ്ട് നടന്നു ആരും അറിയാതെ? എന്തായാലും കാലം കാത്തു വെച്ചിട്ടുണ്ട് നിനക്കുള്ളത്. കാത്തിരുന്നോളുക, അത് നിൻ്റെ കയ്യിൽ താനേ വന്നെത്തിച്ചേരും. ചെയ്തതും ഒന്നും ശരിയായിരുന്നില്ല, മനസ്സിങ്ങനെ ഏതു നേരവും നമ്മളെ
കുറ്റബോധത്തിൻ്റെ നടുക്കുഴിയിൽ കൊണ്ട് എത്തിക്കും. അത് നീ കണ്ട് കേട്ട് അനുഭവിക്കുക സ്വയം എന്നാണ് ഈ കുട്ടിക്ക് ജന്മം നൽകിയ അമ്മയോട് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ദൈവാനുഗ്രഹം കൊണ്ട് ആ കുഞ്ഞ് നന്നായി വളരട്ടെ എന്ന പ്രാർത്ഥനാപൂർവ്വം ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുന്നു.